കൊല്ലം ശൂരനാട് വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് മൂന്നംഗ കുടുംബം പെരുവഴിയിൽ. 2016 പുത്തൻ വീട്ടിൽ സന്തോഷ് കുമാർ വീട് വയ്ക്കാനായി SBI ചക്കുവള്ളി ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. 11 ലക്ഷം രൂപ തിരിച്ചടച്ചെങ്കിലും കോവിഡ് വന്നതോടെ തിരിച്ചടവ് മുടങ്ങി. തിരിച്ചടവ് കാലാവധി 15 വർഷം നിലനിൽക്കെയാണ് ബാങ്കിന്റെ ക്രൂരത. ഷമീർ അബ്ദുൽ ചേർന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന്. ഷമീർ, തിരിച്ചടവ് കാലാവധി 15 വർഷമാണ്. 11 ലക്ഷം അടച്ചു എന്ന് പറയുന്നു. അപ്പോൾ കാലാവധി നിലനിൽക്കെ ബാങ്കിന് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഈ കുടുംബവും ബാങ്ക് അധികൃതരും പറയുന്നത്? ഗുഡ് മോർണിംഗ് ഷമീർ. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സുരേഷിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സുരേഷ് പ്രവാസിയായിരുന്നു. സന്തോഷിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. സന്തോഷ് പ്രവാസിയായിരുന്നു. വിദേശ രാജ്യത്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വീട് വെക്കാനായി SBI ചക്കുവള്ളി ശാഖയിൽ നിന്നും 15 ലക്ഷം രൂപ ലോൺ എടുത്തത്. ഇതിനുശേഷം ഇദ്ദേഹം ലോൺ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നു. 11 ലക്ഷം രൂപ തിരിച്ചടവ് അടയ്ക്കുകയും ചെയ്തു. കോവിഡ് സമയമായതോടുകൂടി ഈ തിരിച്ചടവ് മുടങ്ങുകയും പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് അങ്ങോട്ട് നാട്ടിലെത്തിയ ശേഷം ചില കൂലിപ്പണികൾ ചെയ്താണ് അദ്ദേഹം ജീവിച്ചു പോരുന്നത്. പക്ഷേ ബാങ്കിലെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു. 15 വർഷം തിരിച്ചടവ് നിലനിൽക്കെ ഏതാണ്ട് 10ലധികം തവണ അദ്ദേഹത്തിന് തിരിച്ചടവ് മുടങ്ങി എന്ന കാരണത്താലാണ് ഇപ്പോൾ ഈ SBI ചക്കുവള്ളി ശാഖ ഈ ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. സന്തോഷിൻ്റെ കുടുംബം ഇവിടെ ഈ വരാന്തയിലാണ്, ഈ വീടിൻ്റെ വരാന്തയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരമൊരു നടപടി SBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. +1 പഠിക്കുന്ന കുട്ടിയുണ്ട്, പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ പുസ്തകങ്ങൾ അകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ പുസ്തകങ്ങൾ എടുക്കാൻ പോലും സമ്മതിക്കാതെ വളരെ വേഗത്തിൽ ഈ നടപടി അവർ പൂർത്തിയാക്കി. ഈ വീട് അടച്ചു പൂട്ടുകയായിരുന്നു. ഈ സമയത്ത് ഈ വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. ഈ +1 പഠിക്കുന്ന സന്തോഷിൻ്റെ മകളും അതുപോലെ അമ്മ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ മറ്റാരുമില്ലാത്തൊരു സമയത്താണ് ഇത്തരത്തിലൊരു നടപടി ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും സന്തോഷിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ, അന്ന് എന്താണ് ഈ സംഭവിച്ചിരുന്നത്? ഞാൻ കമ്പനി പോയിരുന്നേതായിരുന്നു സാറ്. ഞാൻ പെൻഷനായതാ. അരി മേടിക്കേണ്ട വഴിക്ക് ഇവിടെ തൈവെള്ള കമ്പനിയിൽ 6 മാസം കൊണ്ട് ജോലി ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജോലി തുടങ്ങിയത്. അങ്ങനെ ഞാൻ പോയായിരുന്നു, തുണ്ടിൽ ജോലി ചെയ്യുക. അങ്ങനെ അവിടെ ഇരുന്നപ്പം കുഞ്ഞ് വിളിച്ച്, അച്ഛാമ്മേ ഇതുപോലെ 3-4 പേര് വന്ന് നിൽക്കുന്നു, യുപ്പതിക്ക് വന്ന് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ഉടനെ അങ്ങ് വരാം. അന്നേരം 3:30 മണിയായി. അവിടുന്ന് ഞാൻ അതിൻ്റെ തെക്കേ വീട്ടിൽ കയറി ഓട്ടോ വിളിച്ച് ഞാനിവിടെ വന്നപ്പം കൊച്ചിനോട് പറഞ്ഞ്, ഇതിപ്പം താക്കോല് തന്നില്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് തല്ലിപ്പൊളിക്കും, ഈ റൂം തല്ലിപ്പൊളിച്ച് ഇല്ലത്തെ സാധനങ്ങൾ വാരി ഇടുമെന്നാണ് പറഞ്ഞത് കുഞ്ഞിനോട്. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ +1 പഠിക്കുന്ന കുഞ്ഞിനെ പിടിച്ച് കൈക്ക് പിടിച്ചിറക്കിയതാണെന്നൊന്നും ചോദിച്ചും കൊണ്ടാണ് ഞാൻ കയറി വന്നത്. പരീക്ഷ എഴുതാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞും കൊണ്ടാണ് വന്നത്. ആണുങ്ങളാരും കൂടി ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ സാമില്ല വീണ് കൈ നഷ്ടപ്പെട്ടത് ഇവർക്കൊക്കെ അറിയാതെ ഞാൻ ഓഫീസിൽ പോയാൽ കഴിയുന്നത്. അവൻ്റെ കാലും വയ്യ. ആ കൊച്ചു പെണ്ണ് കടയിൽ പോവുക. ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ? എന്നെ കൊണ്ടുപോകുക കാശിനി അടയ്ക്കാൻ. എനിക്കിപ്പോൾ 66 വയസ്സായി. ബാങ്ക് ഒരു സാവകാശം തന്നില്ല. അവൻ നോക്കുന്നതും ആ കൊച്ചിൻ്റെ തള്ളയും 50,000 രൂപ മേടിച്ച് തന്നു. പിന്നെ അങ്ങേ സാറിൻ്റെ അങ്ങ് കയറിയാൽ പിന്നെ അവൻ 1 ലക്ഷം രൂപ അടച്ചത് വന്നതിന് ശേഷം. അങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് മേടിച്ച് അവൻ കൂലിക്ക് പണിക്ക് പോയ അവനും കഴിയുന്നത്. ആ കമ്പനിയും അങ്ങ് അടച്ച്, എൻ്റെ മോൻ പോകുന്ന കമ്പനിയും അങ്ങ് അടച്ച്. ഈ മകൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണോ, നാട്ടിൽ വന്നതിന് ശേഷമാണോ ഈ ഒരു ബുദ്ധിമുട്ട്? ഞാനും ഒരു കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ചെലവിനായാലും മറ്റു കാര്യത്തിനായാലും ഒന്നിനും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, വരുത്തിയിട്ടില്ല. ഇപ്പൊ എൻ്റെ മോന് പിടിച്ചു നിൽക്കാനുള്ള ആവതുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് ചികിത്സ ചെയ്യാനും സാഹചര്യമായി. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. നൂറനാട്ട് ആശുപത്രി ഞാൻ പള്ളു പറഞ്ഞു കൊണ്ടുപോയി. അവിടുന്ന് തുണ്ട് കൊടുത്ത് കൊട്ടാരക്കരൻ്റെ ആശുപത്രിയിലേക്ക്. അതിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കുക.
ഇവിടെ കറണ്ട് ഇല്ലാതെ ഇപ്പൊ ഇത്രയും ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടിയാ? ഒന്നും പറയണ്ട, കൊതുവിൻ്റെ ശല്യവും മണ്ണെണ്ണ വിളക്ക് കത്തിച്ചും കൊണ്ട് കിടന്ന ഓരോന്നും എടുക്കുകയോ ചെയ്യുന്ന ഇച്ചിരി ടാറപ്പ ഇവിടെ പെരയുടെ പണിക്ക് കിടന്നതാ. ടാറപ്പ എടുത്ത് കെട്ടിയാ ഞങ്ങള് ഇത്രയും ദിവസം കൊണ്ട് കഴിഞ്ഞു കൂടുന്നത്. എനിക്കാണെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും അറ്റാക്കിനുള്ള മരുന്നുമെല്ലാം ഞാൻ കഴിക്കുന്നതാ. എൻ്റെ മരുന്നും മാസം തോറും മേടിക്കുന്ന ബുക്കുമല്ല ഇതിനകത്താ. ഞാൻ കമ്പനിയിൽ നിന്ന് ഓടി വന്ന് ഈ സമയം പോയി എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ആ കട്ടിൽ വരെ വലിച്ചടിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടത്. ബാക്കി എല്ലാവരും കൂടെ അവരാ പറക്കി ഇട്ടത്. ഞങ്ങൾ ഈ സാഹചര്യത്തിൽ എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സഹായം നിങ്ങൾ നേടിത്തരണം. ഞങ്ങളെ ഇതിനകത്ത് നിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വസ്തു വിൽക്കാനും ഒരുങ്ങി. അതിനാളുകൾ വന്ന് നോക്കും പോവുക. അത് ഇതുവരെ വസ്തു വിറ്റ് കൊടുക്കാമെന്ന് ബാങ്കിനോട് പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞില്ല. അപ്പം സന്തോഷ് ഇവിടെ ഉണ്ട്. സന്തോഷ് ഇപ്പം നിലവിലൊരു എങ്ങനെയാണ് ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു നിലപാട്? ബാങ്കിൽ പിന്നെ പോയിരുന്നോ? ബാങ്കിൽ പിന്നെ പോയില്ലായിരുന്നു സാറേ. പക്ഷെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് വന്ന് വീട് ഓപ്പൺ ചെയ്ത് തരും. ഇല്ലെന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാങ്ക് ലേലത്തിൽ വെക്കുമെന്നാണ് പറഞ്ഞത്. അന്നേരം വൈഫാ പറഞ്ഞത്. ഞാൻ അന്നേരം സ്ഥലത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. സന്തോഷിന് എന്താ അസുഖമുള്ളത്? എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നമുണ്ട്. 2 കാലും പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയിരിക്കുക. കൂടുതൽ നേരം ഒന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര വേദനയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പെയിൻ കില്ലർ കഴിക്കുമായിരുന്നു, വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേന്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കഴിച്ച് വേദനയൊന്നുമില്ല, അറിയാൻ നിൽക്കുമായിരുന്നു. അന്നേരമാണ് കാലിൻ്റെ ഞരമ്പ് പൊട്ടിയത്. അന്നേരം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കൂട്ടുകാരനാണ് പറഞ്ഞത്, അണ്ണൻ്റെ കാലെന്താ എവിടെ തട്ടി മുറിഞ്ഞല്ലോ എന്ന്. ഞാൻ അന്നേരം നോക്കിയപ്പോൾ കാലെ കൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നു. മറ്റു ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്നതിന് നിന്നുകൊണ്ടുള്ള പണിയല്ലേ അല്ല. നമ്മൾ ഇരുന്നുകൊണ്ട് ഓഫീസ് വേല ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ഈ കൂലിപ്പണിയൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ ഈ ബാങ്ക് പറയുന്നത് 7 ലക്ഷം ഉടൻ അടച്ചാൽ ഇത് തുറന്നു തരാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അതാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട് വിൽക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരാളുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടിയിട്ടോ ഒന്നുമില്ല. അങ്ങനെയൊരു അവസരം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ. അത് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. എന്തായാലും സന്തോഷിന്റെ ഭാര്യ സിന്ധു ഇവിടെ ഉണ്ട്. ഇപ്പൊ താൽക്കാലികം ഒരു അടുക്കള ഇവിടെ പണിഞ്ഞിരിക്കുകയല്ലേ? എന്താണ് ഇപ്പൊ ജോലിക്ക്, എന്ത് ജോലിക്കാ പോണത്? സിന്ധുവിന്റെ വരുമാനത്തിൽ ആ കുടുംബം കഴിയുന്നെന്നാ പറയുന്നത്. ഞാനിപ്പോ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഭരണിക്കാവില്. ഇപ്പൊ 8 ദിവസം കൊണ്ട് ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട്. മോക്ക് പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ? ഉണ്ട്. എക്സാം നടന്നുകൊണ്ടിരിക്കുക. സ്കൂളിൽ നിന്ന് ടീച്ചർമാരും ഒക്കെ വിളിച്ച്, അതാരെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇന്നലെ വന്നിട്ട് പറയുന്നു പരീക്ഷയൊന്നും എഴുതിയില്ലെന്ന്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആനുമ്പേ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു സാവകാശം തന്നില്ലായിരുന്നു. അവരതിന് മുമ്പേ സാധനം എല്ലാം പറക്കി ഇടാനായിട്ട് തുടങ്ങിയായിരുന്നു. അമ്മമ്മയെ വിളിക്കട്ടെ എന്ന് പോലും പറഞ്ഞപ്പം അവരൊന്നും താമസിച്ച പോലും ഇല്ല. അതിനുമുമ്പേ എല്ലായിടത്തും പുറത്തെടുത്ത് ഇടുമായിരുന്നു. എല്ലായിടത്തും പുറത്ത് വലിച്ചു വാരി എടുത്തിടുക. അവരായിട്ട് തന്നെ കയറി. പുസ്തകങ്ങളൊക്കെ എടുക്കാൻ സമ്മതിച്ചോ? ഇല്ല, സമ്മതിച്ചില്ല. അതിന് പോലും ഒരു സമയം പോലും തന്നില്ല. എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് ആയാലും എല്ലാം എൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. എന്തായാലും സേതു, വളരെ കഷ്ടമാണ് സാഹചര്യങ്ങൾ. SBI ചക്കുവള്ളി ശാഖയുമായി ബന്ധപ്പെടുമ്പോൾ ഈ ബാങ്ക് നേരത്തെയും കുടുംബത്തിന് ഈ ജപ്തിയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. പിന്നീട് കുടുംബം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ഇതിനു മുൻപും ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന്? ബാങ്ക് നേരത്തെയും ഇത്തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെടുകയും ഈ കാലാവധിയുടെ കാര്യങ്ങൾ സംസാരിക്കാനായി വിളിക്കുകയും ചെയ്തു. അങ്ങനെ കാലാവധി ഈ മാസം തിരിച്ചടവിൻ്റെ എമൗണ്ട് കൂട്ടി
കൊടുക്കുകയാണ് ചെയ്തത്. അതായത് മുടക്കം വന്നതോടുകൂടി ആ എമൗണ്ട് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ 86,000 രൂപ വെച്ച് അടയ്ക്കണമെന്നൊരു നിബന്ധന വെക്കുകയും ചെയ്തു. പക്ഷേ അത്രയും പണമൊന്നും ഇവർക്ക് അടയ്ക്കാനൊരു സാഹചര്യമില്ല. ഏതാണ്ട് 15 വർഷത്തോളം തിരിച്ചടവുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു മുടക്കം കോവിഡിന് ശേഷം തൊഴിൽ നഷ്ടപ്പെട്ട ശരി ഷമീർ, ആ കുടുംബത്തെ കാഴ്ചകൾ അത് കഷ്ടമാണ്, അവരുടെ അവസ്ഥ കഷ്ടമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട്, ഒരു കിടപ്പാടം ഉണ്ടാക്കുക, തങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആഗ്രഹവും സ്വപ്നവുമൊക്കെ. അങ്ങനെ ആ ഒരു സ്വപ്നത്തിൻ്റെ പടിയായി ഒരു വീട് വയ്ക്കുന്നു. ആ വീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു വീട് വയ്ക്കുന്നു. വീടിൻ്റെ തിരിച്ചടവ് ചെറുതായി ഒന്ന് മുടങ്ങുന്നു. പക്ഷേ അപ്പോഴും ഈ 15 ലക്ഷം രൂപ എടുത്തിട്ട് അതിൽ 11 ലക്ഷം രൂപ തിരിച്ചടച്ചു. ചെറിയൊരു മുടക്ക് വന്നു. ഇത് ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടു. പിന്നീട് ബാങ്ക് ആ തിരിച്ചടവ് മുടങ്ങി എന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തുന്നു. കുട്ടിയുടെ പരീക്ഷയ്ക്കുള്ള പുസ്തകം പോലും എടുക്കാനുള്ളൊരു സാവകാശം കൊടുക്കാതെ ആ കുടുംബത്തെ ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട കാഴ്ചയാണ്, സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വയ്യാത്ത അമ്മയാണ്, ഈ വയ്യാത്ത മകനാണ്, ഒരു ആളുടെ മാത്രം വരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ്, പഠിക്കുന്ന കുട്ടിയാണ്. കരുണയുള്ള കേരളം ഇത് കാണും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഇതിനു മുൻപ് എത്രയോ വട്ടം പല കാരണങ്ങൾ കൊണ്ട് നിരാലംബരായ മനുഷ്യരെ ചേർത്തു നിർത്തി അവർക്ക് പുതുജീവിതം കൊടുത്ത സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അങ്ങനെയുള്ള കരുണയുള്ള കേരളം ഈ വാർത്ത കാണും, അവരെ കൈ ചേർക്കും, അവരെ കൈപിടിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒപ്പം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടി ഈ ബാങ്കിൻ്റെ കൊടും ക്രൂരത ഈ വാർത്ത ഞങ്ങൾ പെടുത്തുകയാണ്. ഷമീറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്.